ഗൈസ് ഒന്ന് ആലോചിച്ച് നോക്കിയ തട്ടത്തിമറയത്തെ സിനിമ ഇറങ്ങിയിട്ട് 12 വർഷമായി. എല്ലാവർക്കും പ്രായമായി വരുവാണ് എന്നറിയാം, പക്ഷെ എത്ര പെട്ടെന്നാണ് നമുക്ക് പ്രായമായി വരുന്നത് എന്നുള്ളത് ഈ വാച്ച് വെച്ച് കണ്ടുപിടിക്കാം. ഇതാണ് സാംസങ്ങിന്റെ ഏറ്റവും പുതിയ സാംസങ് ഗാലക്സി വാച്ച് 7. ഏകദേശം 60,000 രൂപയ്ക്ക് നിങ്ങൾ അൾട്ര മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലുള്ള ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. ചില കാര്യങ്ങളില്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ബോക്സിനകത്ത് പച്ച കളറുള്ള സ്ട്രാപ്പുള്ള വാച്ച്, കുറച്ച് ഡോക്യുമെന്റേഷൻസ്, ടൈപ്പ് സി മാഗ്നറ്റിക് വയർലെസ് ചാർജർ. എന്റെ കയ്യിലുള്ളത് 44 മില്ലിമീറ്ററിന്റെ ഡയലാണ്. ഇതിന് ചെറുതുണ്ട് 40 മില്ലിമീറ്റർ ഡയൽ. ഈ പർട്ടിക്കുലർ മോഡലിൽ LTE ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, വൈഫൈ ഉണ്ട്, GPS ഉണ്ട്. LTE ഇല്ലാത്ത ബ്ലൂടൂത്ത് ഓൺലി മോഡലും വരുന്നുണ്ട്. കണ്ടില്ല, ഒരു ടെക്സ്ചർ ഉള്ള ഒരു സ്ട്രാപ്പ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ത്രെഡ് വെച്ചിട്ട് ഒരു ചെറിയ ഓറഞ്ചിന്റെ ബ്ലൂവിന്റെ ആക്സെന്റ്സ് കൊടുത്തിട്ടുണ്ട്. സ്ട്രാപ്പിന്റെ പുറകിൽ 20 mm എഴുതിയിട്ടുണ്ട്. അതാണ് ഇതിന്റെ സൈസ്. പക്ഷെ ഒരു ക്ലിക്കിൽ നിങ്ങൾക്ക് സ്ട്രാപ്പ് റീപ്ലേസ് ചെയ്യാം. സോളിഡ് ആയിട്ടുള്ള ബിൽഡാണ്. IP68 റേറ്റഡ് ആണ്. അൾട്ര 100 മീറ്റർ വരെ മുക്കി വെക്കാൻ പറ്റും. ഇത് 50 മീറ്റർ വരെയാണ് മുക്കി വെക്കാൻ പറ്റുന്നത്. പക്ഷെ നീന്താനൊക്കെ കൊണ്ടുപോകാം. പ്ലസ് ഇതിന്റെ ഫ്രെയിം ആർമർ അലുമിനിയം ഫ്രെയിമാണ്. നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ, സഫയർ ക്രിസ്റ്റൽ ഗ്ലാസ് ആണ് മുകളിൽ. ബാക്ക് സൈഡിലുള്ളത് അവരുടെ പുതിയ എൻഹാൻസ്ഡ് ബയോ ആക്റ്റീവ് സെൻസർ ആണ്. യെസ്, അൾട്രയിലുള്ള സെയിം സാധനം. പിന്നെ സൈഡിൽ ചെറിയ ഡോട്ടാണ് ടെമ്പറേച്ചർ സെൻസർ. സെൻസേഴ്സിനെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. വാച്ച് 6 വെച്ച് നോക്കുമ്പോൾ വാച്ച് 7 ചെറിയ രീതിയിൽ ഒന്ന് തടി കൂടിയിട്ടുണ്ട്. മേ ബി പുതിയ സെൻസർ കാരണമാവാം. 1.5 ഇഞ്ചിന്റെ ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ളത്. ആൻഡ് വാച്ചിന്റെ ഡിസ്പ്ലേ അത്യാവശ്യം ബ്രൈറ്റ് ആണ്. ഡേ ലൈറ്റിലായിക്കോട്ടെ ഇൻഡോറിലായിക്കോട്ടെ വിസിബിലിറ്റിക്ക് ഒന്നും യാതൊരു പ്രശ്നവുമില്ല. ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് UI ഇപ്രാവശ്യം ഭയങ്കര സ്മൂത്ത് ആണ് ലാസ്റ്റ് ടൈമിനേക്കാളും. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പുതിയ പ്രോസറാണ്. അതായത് ഗാലക്സി വാച്ച് അൾട്രയിൽ കൊടുത്തിരിക്കുന്ന സെയിം 3 നാനോമീറ്ററിന്റെ സാംസങ്ങിന്റെ W1000 5 കോറിന്റെ പ്രോസറാണ് ഇതിലുമുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ വെയർ OS ആണ്. ഗൂഗിളിന്റെ പവേർഡ് ബൈ സാംസങ് ആണ്. ആൻഡ് ഇതിന്റെ സ്കിന്ന് നോക്കുവാണെങ്കിൽ One UI 6 വാച്ച് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ജനറേഷൻ വാച്ചുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഇന്റർഫേസിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. പക്ഷേ വ്യത്യാസമുള്ളത് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഹെൽത്ത് ഫീച്ചേഴ്സിലാണ്. ഇപ്രാവശ്യം അവർ ഈ വാച്ചിനകത്ത് ഗാലക്സി AI കുത്തിക്കേറ്റിട്ടുണ്ട്. ഈ പുതിയ സെൻസറിൽ ഇത് വെച്ച് നമുക്ക് പുതിയൊരു സംഭവം ചെയ്യാൻ പറ്റും. നമ്മുടെ എനർജി സ്കോർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇന്നത്തെ എന്റെ എനർജി സ്കോർ 64 ആണ്. ഇന്നത്തെക്കാളും 8 പോയിന്റ് കൂടിയിട്ടുണ്ടെങ്കിലും അത്ര നല്ലതല്ല എന്ന് പറയുന്നു. സോ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ തലേ ദിവസത്തെ നിങ്ങളുടെ ആക്ടിവിറ്റി, നിങ്ങളുടെ ഹാർട്ട് റേറ്റ്, നിങ്ങളുടെ SpO2, നിങ്ങളുടെ സ്ലീപ്പ്, നിങ്ങളുടെ സ്ട്രെസ്, നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് സാംസങ് അവരുടെ AI ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സ്കോറാണ് ഈ ഒരു എനർജി സ്കോർ. സോ നിങ്ങൾ രാവിലെ എണീറ്റോട്ടിന് ഏറ്റവും ആദ്യം എനർജി സ്കോർ ആണ് നോക്കേണ്ടതെന്നാണ് സാംസങ് പറയുന്നത്. സോ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നത്തെ ദിവസം നിങ്ങൾ എത്രത്തോളം ആക്റ്റീവ് ആയിരിക്കാൻ പറ്റും, എത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിരിക്കും. അല്ല നിങ്ങൾ ഭയങ്കര ഡ്രൗസി ആയിട്ട് അല്ലെങ്കിൽ വിഷമിച്ച് അങ്ങനെയൊക്കെയാണോ ഇരിക്കുക, അല്ല ഭയങ്കര ആക്റ്റീവ് ആയിട്ടാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു സ്കോറാണത്. സോ നിങ്ങൾ ഓഫീസിലൊക്കെ പോയിട്ട് പണിയൊന്നും എടുക്കാതിരിക്കുമ്പോൾ ബോസ് നിങ്ങൾ ചീത്ത വിളിക്കുകയാണെങ്കിൽ പറയാം, അതെ എൻ്റെ അടുത്ത് സാംസങ് ഗാലക്സി വാച്ച് 7 ഉണ്ട്, ഇതിനകത്ത് എൻ്റെ എനർജി സ്കോർ ഇന്ന് കുറവാണ്, അതുകൊണ്ട് എന്നോട് പണിയെടുക്കാനായിട്ട് പാടില്ല, പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സാറേ ഞാൻ പണിയെടുക്കാത്തത്, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല, മടി പിടിച്ചിട്ടല്ല എന്ന് ഒരു എക്സ്ക്യൂസ് വേണമെങ്കിൽ പറയാം. ജോലിയിൽ നിന്ന് പുറത്താക്കി എന്നെ ചീത്ത പറയരുത്. ഓൾസോ ഈ വാച്ച് വെച്ച് നിങ്ങൾക്ക് ഹാർട്ട് റേറ്റും SpO2 മെഷർ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ECG എടുക്കാനായിട്ട് പറ്റും. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ECG. സോ ഇത് വെച്ചിട്ട് നിങ്ങളുടെ മെഡിക്കേഷൻ ഒന്നും കാലിബ്രേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. പക്ഷേ ഈ ECG നിങ്ങൾക്ക് ഡോക്ടറിനെ കൊണ്ട് കാണിക്കാം. സോ ഡോക്ടർമാരൊക്കെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ECG എങ്ങനെയുണ്ട്, ഇത് ആക്ച്വലി ആക്യുറേറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാം. അതിൽ രസകരമായ കാര്യം നിങ്ങൾക്ക് ഈ വാച്ചിനകത്ത് BP മെഷർ ചെയ്യാം. അതായത് നിങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ മോണിറ്റർ വേണം. അത് വെച്ച് നിങ്ങൾ വാച്ച് ഒന്ന് കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വാച്ചിലൂടെ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ എത്ര പെട്ടെന്നാണ് പ്രായമാകുന്നത് എന്ന് കണ്ടുപിടിക്കുന്ന സാധനമാണ് ഇതിലുള്ള AGES. സോ ഇതാണ് എൻ്റെ AGES ഇൻഡെക്സ്. പച്ചയിലാവുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇപ്പം ഏകദേശം മഞ്ഞെന്ന് ചുവപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പ്രായമാവുന്നുണ്ടോ എന്ന് ഡൗട്ട്. അല്ല, അതൊക്കെ പോട്ടെ. ഈ AGES എന്താണെന്ന് പറഞ്ഞുതരാം. ബേസിക്കലി നമ്മുടെ ബോഡിയിൽ പ്രോട്ടീനും ഫാറ്റ്സും ഇല്ലേ, അതിനെ ഷുഗർ ഓക്സിഡൈസ് ചെയ്യും. ഈ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്ട്സിനെ മെഷർ ചെയ്തിട്ട് ശരിക്കും നിങ്ങളുടെ പ്രായത്തിൽ നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ എത്രയായിരിക്കും വേണ്ടത് എന്നുള്ള ഡേറ്റ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എത്രത്തോളം പെട്ടെന്നാണ് പ്രായമാവുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു AGES ഇൻഡെക്സ് വെച്ച് കാണിച്ചു തരുന്നത്. എന്തായാലും ഇത് എങ്ങനെയാണ് കൂട്ടുക കുറയ്ക്കുക എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ സാംസങ് ഹെൽത്ത് ആപ്പിനകത്ത് അവർ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ബോഡിയിൽ എത്രത്തോളം ഫാറ്റ് ഉണ്ട്, എത്രത്തോളം വാട്ടർ ഉണ്ട്, എത്രത്തോളം മസിൽ മാസ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്ന ബോഡി കോമ്പോസിഷൻ. ജസ്റ്റ് നിങ്ങളുടെ വാച്ചിൽ ബോഡി കോമ്പോസിഷൻ മോഡ് ഓൺ ആക്കിയിട്ട് 2
വിരൽ നമ്മളിത് ഈ 2 സ്വിച്ചിലേക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബയോ ഇംപീഡൻസ് വെച്ചിട്ട് നിങ്ങളുടെ ബോഡിയിൽ ഈ ഒരു ഫാറ്റ് പെർസെൻറ്റേജും വാട്ടർ പെർസെൻറ്റേജും സ്കെലിറ്റൻ മസിലും അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം ഇത് എടുത്ത് തരുന്നതായിരിക്കും. അത് വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. വർക്കൗട്ട് ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കും യൂസ് ചെയ്യാം. അതേപോലെ സ്ട്രെസ് ലെവൽ കാണിക്കുന്നുണ്ട്, SpO2 കാണിക്കുന്നുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ വർക്കൗട്ട് മോഡുകളും ഉണ്ട്. സോ വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുന്നവർക്കും ഇതിനകത്ത് കുറേ അധികം കാര്യങ്ങളുണ്ട്. ആൻഡ് ഇപ്രാവശ്യം അൾട്രയിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്യുവൽ GPS ഇതിലും വന്നിട്ടുണ്ട്. സോ നിങ്ങളിപ്പോൾ റണ്ണിങ്, ഹൈക്കിങ് അതേപോലത്തെ പരിപാടികൾക്കൊക്കെ പോവാണ്, സൈക്ലിംഗ് ഒക്കെ പോവുകയാണെങ്കിൽ റിമോട്ട് ആയിട്ടുള്ള ഏരിയാസിൽ പോകുമ്പോൾ പോലും ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഈ പുതിയ GPS വെച്ചിട്ട്. പക്ഷെ മെയിൻ ആയിട്ടുള്ള ഇവരുടെ ഇംപ്രൂവ്മെന്റ് വന്നിരിക്കുന്നത് സ്ലീപ്പ് ട്രാക്കിങ്ങിലാണ്. യെസ്, സ്ലീപ്പ് ട്രാക്കിങ്ങിൽ നിങ്ങൾ എത്ര നേരം ഉറങ്ങി, സ്ലീപ്പ് ടൈമും അതേപോലെ തന്നെ ബാക്കിയുള്ള റെസ്റ്റ്ഫുൾനെസ്, ഫിസിക്കൽ റിക്കവറി എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം വിശദമായിട്ട് കാണിച്ചു തരും. സ്കിൻ ടെമ്പറേച്ചർ ഒക്കെ കാണിച്ചു തരും എന്ന് മാത്രമല്ല സ്ലീപ്പ് ആപ്നിയനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് FDA അപ്രൂവ്ഡ് ആണ്. ഇനി ഗാലക്സി AI വൈസ് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ചാൽ മെസ്സേജുകളൊക്കെ വരുമ്പോൾ സജസ്റ്റഡ് റിപ്ലൈസ് AI ഉണ്ടാക്കി തരും. ഇനി വാച്ചിനകത്തുള്ള വോയിസ് റെക്കോർഡർ ഉപയോഗിച്ച് നിങ്ങൾ സ്പീച്ച് ടു ടെക്സ്റ്റ് എന്നുള്ള മോഡിൽ പോയി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡായ ശേഷം നിങ്ങളുടെ ഫോണിനകത്തേക്ക് നിങ്ങൾ എന്താണ് സംസാരിച്ചത് എന്നുള്ളത് ടെക്സ്റ്റ് ആയിട്ട് വരും. അതിലൂടെ നിങ്ങൾക്ക് സമ്മറൈസും കാര്യങ്ങളൊക്കെ ചെയ്യാം. 44 മില്ലിമീറ്ററുള്ള ഈ ഒരു വാച്ച് ഞാൻ ഏകദേശം 2 ദിവസം മുന്നെയാണ് ചാർജ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം 7% ബാറ്ററി. സോ ഓൾമോസ്റ്റ് 2 ഡേയ്സിന്റെ ബാറ്ററി ബാക്കപ്പ് ആണ് കിട്ടുന്നത്. 425 mAh ബാറ്ററിയാണുള്ളത്. 40 മില്ലിമീറ്ററിന് ഉണ്ട്, അതിനകത്ത് 300 mAh ബാറ്ററിയാണുള്ളത്. സോ അതിനനുസരിച്ച് ഒരു 1 ഡേ ബാറ്ററി ബാക്കപ്പ് പ്രതീക്ഷിച്ചമാണ്. പക്ഷേ പവർ സേവിംഗ് മോഡിലാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ നേരം ബാറ്ററി ബാക്കപ്പ് നിൽക്കൂട്ടോ. പക്ഷേ ഇപ്രാവശ്യം ചാർജിങ്ങിൽ ഫാസ്റ്റ് ചാർജിങ് കൊണ്ടുവന്നിട്ടുണ്ട്. യെസ്, ആ ഒരു വയേർഡ് മാഗ്നറ്റിക് ചാർജിങ് ആണ്. ബട്ട് ഐ തിങ്ക് 10 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് കൊണ്ടുവന്നിട്ടുണ്ട് വാച്ചിനകത്ത്. ഗാലക്സി വാച്ച് അൾട്ര നിങ്ങൾക്ക് ഫോണിന്റെ ബാക്കിൽ വെച്ചിട്ട് ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ വാച്ച് ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ഫോണിന്റെ ബാക്ക് സൈഡിൽ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഓൺ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാലും ചാർജ് ആവും. എന്നാൽ ഉടനെ തന്നെ ദിസ് ചാർജർ ഈസ് നോട്ട് കോമ്പാറ്റബിൾ വിത്ത് യുവർ വാച്ച് എന്നും കാണിക്കും. സോ ചാർജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യം സെൻസേഴ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, വിശദമായിട്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്ന്, ഇതിനകത്തുള്ളത് ഒപ്റ്റിക്കൽ ബയോ സിഗ്നൽ സെൻസർ ആണ്. രണ്ടാമത്തത് ഇതിനകത്ത് ഇലക്ട്രിക്കൽ ഹാർട്ട് സിഗ്നൽ. പിന്നെ മൂന്നാമത്തത് ബയോ ഇലക്ട്രിക്കൽ ഇംപിഡൻസ് അനാലിസിസ്. പിന്നെ ടെമ്പറേച്ചർ സെൻസർ, അതേപോലെ ആക്സിലറോമീറ്റർ, പ്രഷർ നോക്കുന്ന ഒരു ബാരോമീറ്റർ, അതേപോലെ ഗൈറോ സെൻസർ ഉണ്ട്, ജിയോ മാഗ്നറ്റിക് സെൻസർ ഉണ്ട്. യെസ്, ഇപ്പോൾ നിങ്ങൾ കോമ്പസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ലൈറ്റ് സെൻസർ ഉണ്ട്. കണക്ടിവിറ്റി വൈസ് ഇത് LTE മോഡലാണ്. സോ നിങ്ങൾക്ക് ഈ സിം അല്ലെങ്കിൽ സിം ഇതിനകത്ത് ആക്ടിവേറ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫോൺ ഇല്ലാണ്ട് തന്നെ കോൾസ് ചെയ്യാം. ഓൾസോ ബ്ലൂടൂത്ത് 5.3 ഉണ്ട്. വൈഫൈ 2.4 GHz 5 GHz അവൈലബിൾ ആണ്. പ്ലസ് ടാപ്പ് ആൻഡ് പേ അഥവാ സാംസങ് വാളറ്റ് ഒക്കെ വെച്ചിട്ട് NFC വഴി ടാപ്പ് ആൻഡ് പേ ചെയ്യുന്ന പരിപാടിയും ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. ഒരേ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക, അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് Android 11 ആൻഡ് എബവ്, Android 11 ആൻഡ് എബവ് ഉള്ള ഡിവൈസുകളിൽ മാത്രം, അതായത് 1.5 GB മെമ്മറി ആൻഡ് എബവ് ഉള്ള ഡിവൈസുകളിൽ മാത്രമായിരിക്കും ഈ വാച്ച് സപ്പോർട്ട് ചെയ്യുന്നത്. യെസ്, iOS ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ റിയലി സോറി, ഈ വാച്ച് സപ്പോർട്ട് ആവില്ല iOS. സോ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 29,999 rupees ആണ്. ഏതിന്? ബ്ലൂടൂത്ത് ഓൺലി മോഡൽ. പക്ഷേ 8K സാംസങ്ങിന്റെ അപ്ഗ്രേഡ് ബോണസ് അല്ലെങ്കിൽ ഒരു 8,000 rupeesന്റെ നിങ്ങൾക്ക് ബാങ്ക് ക്യാഷ് ബാക്ക് മിക്ക ബാങ്കുകളിലും കിട്ടുന്നുണ്ട്. ഇനി അഥവാ നോ കോസ്റ്റ് EMI യിലാണ് എടുക്കുന്നതെങ്കിൽ 18 മാസത്തിന്റെ നോ കോസ്റ്റ് EMI വരെയും കിട്ടുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഫോൾഡിന്റെ വീഡിയോ ഇട്ടായിരുന്നല്ലോ. ഇപ്പോൾ ഫോൾഡും ഇതുമൊക്കെ നിങ്ങളിപ്പോൾ മൾട്ടി ബൈ ബണ്ടിലായിട്ടൊക്കെ മേടിക്കുകയാണെങ്കിൽ ഇതിന് ഏകദേശം ഒരു 12,000 രൂപയുടെ ഓഫർ വരുന്നുണ്ട്. സോ എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഇപ്പം ഞാനൊരു വാച്ച് 6 ആണ് ഉപയോഗിക്കുന്നത്, വാച്ച് 7ലേക്ക് മാറണോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ വാച്ച് 6ൽ കിട്ടാത്ത വാച്ച് 7ൽ കിട്ടുന്ന കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ആണ്. ഒരു പുതിയ എൻഹാൻസ്ഡ് ആ ഒരു സെൻസർ കാരണമുള്ള ഇപ്പോൾ ഈ AGES ആയിക്കോട്ടെ, അതേപോലെ എനർജി സ്കോർ ആയിക്കോട്ടെ, സ്ലീപ്പ് ആപ്നിയ FDA അപ്രൂവ്ഡ് സ്ലീപ്പ് ആപ്നിയ ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഹെൽത്ത് മോണിറ്ററിംഗ് ഫീച്ചേഴ്സ് വൈസ് ഇത് കുറച്ചുകൂടി ബെറ്റർ ആണ്. ആൻഡ് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ പ്രൊസസ്സർ മാറിയതുകൊണ്ട് ബാറ്ററി കഴിഞ്ഞ കൊല്ലത്തെ സെയിം കപ്പാസിറ്റി ആണെങ്കിലും കൂടുതൽ നേരം നിൽക്കുന്നുണ്ട്. ആൻഡ് UI സ്മൂത്ത് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഒരു സ്വൈപ്പ് ചെയ്യുമ്പോൾ ജിറ്ററും ലാഗും അതൊന്നും ഇപ്രാവശ്യമില്ല, ഭയങ്കര സ്മൂത്ത് ആണ്. സോ കൺസിഡറിങ് ദാറ്റ് ഐ വുഡ് സേ ഒരു വർത്തി ആയിട്ടുള്ള അപ്ഗ്രേഡ് ആണ്. എസ്പെഷ്യലി നിങ്ങൾ അൾട്ര മേടിക്കാനാണ് പ്ലാൻ, പക്ഷേ അത്രയും പൈസ കൊടുത്ത് അൾട്ര മേടിക്കാനായിട്ട് പറ്റുന്നില്ല, എന്നാൽ അതിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഡെഫിനറ്റ്ലി വർത്ത് ആണ്. അതായത് എൻ്റെ വാച്ചിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും ഇതിനെപ്പറ്റി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട, ഞാൻ റിപ്ലൈസ് തരാം. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.